എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ക്രാക്കോവ്, പ്രാഡ്നിക്, ജനുവരി 1, 1937. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഇന്ന് പാതിരാത്രിക്ക് കഴിഞ്ഞു പോയ 1936 വിട പറയുകയും 1937 സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഭയത്തോടും വിറയലോടും കൂടിയാണ് പുതുവർഷത്തിൻ്റെ ആദ്യ മണിക്കൂറിനെ ഞാൻ അഭിമുഖീകരിച്ചത്. കരുണാമയനായ ഈശോയെ, എതിർപ്പുകളിലും പോരാട്ടങ്ങളിലും അങ്ങയോടൊപ്പം ഞാൻ ധീരമായി മുന്നേറും. അങ്ങയുടെ തിരുനാമത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുകയും എല്ലാറ്റിനെയും അതിജീവിക്കുകയും ചെയ്യും. അനന്ത നന്മയായ ദൈവമേ, അങ്ങയുടെ അളവറ്റ കരുണ എന്നെ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും അനുഗമിക്കട്ടെ. ഞാൻ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം എന്നെ ഗ്രസിക്കുന്നു. എന്നാൽ ഈശോ എന്നെ ഈ ഭയത്തിൽ നിന്ന് വിമുക്തയാക്കുകയും ദൈവകരുണയെ പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങേക്ക് എത്രമാത്രം ഉന്നതമായ മഹത്വം പ്രദാനം ചെയ്യുമെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. അഗാധമായ പ്രാർത്ഥനയിൽ മാത്രം ആത്മാവ് സന്തോഷം കണ്ടെത്തുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയങ്ങളിൽ പ്രാർത്ഥനയിൽ എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് ആത്മാവ് അറിഞ്ഞിരിക്കുകയെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. 1937 തീരുമാനങ്ങൾ. 1-ാം മാസം 1-ാം തീയതി. പ്രത്യേക ആത്മശോധന. പഴയത് തന്നെ, അതായത് കാരുണ്യവാനായ കർത്താവിനോട് എന്നെ തന്നെ ഐക്യപ്പെടുത്തുക. ഇതുപോലുള്ള സാഹചര്യത്തിൽ ഈശോ എങ്ങനെ വർത്തിക്കുമായിരുന്നു? അരൂപിയിൽ ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കണം, പ്രത്യേകിച്ച് റഷ്യയെയും സ്പെയിനിനെയും. പൊതുവായ തീരുമാനങ്ങൾ. 1. കൃത്യമായ മൗനപാലനം, ആന്തരിക മൗനം. 2. ഓരോ സഹോദരിയിലും ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുക. അയൽക്കാരോടുള്ള സ്നേഹം എപ്പോഴും ഈ കാഴ്ചപ്പാടോടെ ആയിരിക്കണം. 3. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ദൈവ തിരുമനസ്സിനോട് വിശ്വസ്തയായിരിക്കുക, അതിനായി മാത്രം ജീവിക്കുക. 4. ആത്മീയ പിതാവിൻ്റെ അടുക്കൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശമില്ലാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കരുത്. ദൈവത്തിരുമുമ്പിൽ തന്നെയാണ് ഞാൻ വർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടെ ആത്മാവിൻ്റെ ഏറ്റവും നിഗൂഢമായ തലങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടണം. ദൈവത്തിൻ്റെ വക്താവായ അദ്ദേഹം മനുഷ്യനായതുകൊണ്ട് ദൈവിക പ്രകാശം ലഭിക്കുവാനായി അദ്ദേഹത്തിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുക. 5. രാത്രിയിലെ ആത്മശോധനാ സമയത്ത് ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഇന്ന് ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും? 6. ദൈവത്തെ അകലങ്ങളിൽ അന്വേഷിക്കാതെ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവിടുത്തോടൊപ്പം മാത്രം വസിക്കുക. 7. പീഡനങ്ങളിലും സഹനങ്ങളിലും തിരുസക്രാരിയാഭയം പ്രാപിച്ച് നിശബ്ദയായി വർത്തിക്കുക. 8. ലോകം മുഴുവനിലേക്കും ദൈവകരുണ ഒഴുകുവാനായി എൻ്റെ എല്ലാ സഹനങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും അധ്വാനങ്ങളും ഈശോയുടെ യോഗ്യതകളോട് ഒന്ന് ചേർക്കുക. 9. എത്ര ചുരുങ്ങിയ സമയം മാത്രമാണെങ്കിലും ഇടവേളകൾ മരണാസന്നർക്കായി പ്രാർത്ഥിക്കുവാൻ വിനിയോഗിക്കുക. 10. ഒരു പുതിയ സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. മാനുഷികമായ രീതിയിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുകയില്ല. 11. ആരുമായും ഒത്തിരി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുകയില്ല. ഹോസ്റ്റലിലെ കുട്ടികളോട് ശാന്തമായും സൗമ്യമായും വർത്തിക്കും, അവരെ കർശനമായി ശിക്ഷിക്കും. എന്നാൽ ശിക്ഷകൾ, പ്രാർത്ഥനകൾ, സ്വയം പരിത്യാഗം തുടങ്ങിയവയായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സ്വയം പരിത്യജിക്കലിൻ്റെ ശക്തിയാൽ അവരുടെ കഠിന ഹൃദയം മാർദ്ദവമുള്ളതായിത്തീരും. 12. എൻ്റെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനം ദൈവസാന്നിധ്യമായിരിക്കും. 13. എല്ലാ ആത്മീയ സഹായങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തും. സ്വാർത്ഥ സ്നേഹത്തിൻ്റെ സ്ഥാനം ഏറ്റവും അവസാനമായിരിക്കും. ഈ ജീവിതത്തിൽ ഏറ്റവും അവസാനമായി അനുഷ്ഠിക്കുന്നതാണ് എന്ന രീതിയിലായിരിക്കും എല്ലാ ഭക്തി അഭ്യാസങ്ങളും അനുഷ്ഠിക്കുന്നത്. എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ രീതിയിൽ തന്നെ പൂർത്തിയാക്കും.